ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, നാളെയും മറ്റന്നാളൊക്കെ ഇനി അവധിയാണ്. എന്തൊരു വേഗം ഒരാഴ്ച പെട്ടെന്ന് കടന്നു പോയിട്ടോ. കുട്ടികളുടെ ബഹളവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമുക്ക് നേരം വെളുക്കണതും രാത്രി ആവണതും ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ച കടന്നു പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം വളരെ സ്ലോ ആവും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴി അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. വളരെ സൈലൻ്റ് ആയിട്ടാണ്, കാരണം പിള്ളേർസൊക്കെ എണീറ്റ് വരണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എണീറ്റ് പതുക്കെ കിച്ചണിലേക്ക് പോയപ്പോൾ അവർ രണ്ടുപേരും സജീവമായി കുട്ടികളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് ആദ്യം രാവിലെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. കാരണം കുറച്ച് കാര്യങ്ങളും കൂടിയും ഡിംപിളിന് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തോമോനെയും ചാക്കോച്ചനെയും വിളിക്കാൻ വേണ്ടിയിട്ട് പാച്ചുട്ടൻ ഓടിപ്പോയേക്കായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ അവനെയും കൊണ്ട് താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇന്ന് ഉപ്പുമാവും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ അതൊക്കെ കഴിച്ച് അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ വന്നിരുന്ന് കഴിച്ച്. കുട്ടികൾ പോയതൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇന്ന് ഡാഡിയാണ് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കണ നേരത്താണ് അവർ പോയത്. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്നിടത്തു നിന്ന് എണീറ്റിട്ട് ഒരു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീറ്റ് പോയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് അക്കിയുടെ അവിടെ നിന്ന് പോയി വന്നതിന് ശേഷം എന്നെ അങ്ങോട്ട് അവന് പിടിക്കണില്ല. കാരണം മറ്റേത് എൻ്റെ പിന്നീന്ന് പോകാത്തവനാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അവനൊരു എന്താ പറയുക, വേണ്ട എന്നുകൊണ്ട് അങ്ങനെ നീങ്ങി പോവുക. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും അവൻ സെറ്റായിട്ടോ. അപ്പോൾ ഡിവൈൻ പറയണ്ടായിരുന്നു, ഡിംപിൾ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് ഇനി പാച്ചുവിൻ്റെ അടുത്ത് കൂടുതൽ അടുക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഞാനങ്ങനെ കുട്ടികളോട് അങ്ങനെ അധികം സെറ്റാവാറില്ല കേട്ടോ. ഇവനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ഒരു കക്ഷി. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് തിരികെത്തിക്കാൻ വന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല തിരക്കും ബഹളവും ആ കിച്ചണിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാറ്റി നിർത്തി തിരികെത്തിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി പിന്നാക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളെപ്പോഴായാലും മാതാവിനറിയാം നമ്മളെപ്പോഴാണ് തിരികെത്തിക്കണമെന്നില്ല. ഇനിയിപ്പോൾ എണീറ്റ വഴിക്ക് തന്നെ കത്തിച്ചില്ല എന്ന് വെച്ചിട്ട് മാതാവ് പിണങ്ങൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുഞ്ഞിലേ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളിലൊന്നാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ചിലർ പറയും നേർച്ച വഴിപാട് നേർന്നിട്ട് അയ്യോ അത് കൊടുക്കാത്തത് കൊണ്ടാണോ അസുഖം. അപ്പം അപ്പനും അമ്മയൊക്കെ പറയുമായിരുന്നു അത് കൊടുത്ത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് തമ്പുരാനൊന്നും പറയില്ല, നിങ്ങൾക്ക് സൗകര്യമാകുമ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കുന്നതും തമ്പുരാൻ തന്നെയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഒന്നിനും ഒരു ഗൗരവം കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് പുതിയ വള വന്നിട്ടുള്ളതാണ്, പേളിൻ്റെ ആൻറ്റിക്കിൻ്റെയാണ്, നല്ല വളയാണ്. മറ്റേ മുത്തുമാലകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാനിന്ന് രാവിലത്തെ പാക്കിങ്ങിന് തൊട്ട് മുമ്പായിട്ടത് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മാലയ്ക്ക് ഞാൻ കമ്മൽ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്, മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഇതെൻ്റെ സെയിം സ്റ്റഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ 3 കല്ലായിട്ട് ഉള്ള സ്റ്റഡ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. ഞാൻ പറ്റിയെങ്കിൽ നാളെ മാലയും കമ്മലും കൂടിയിട്ട് ഒന്നിച്ച് കാണിക്കാം കേട്ടോ. ഇത് നമ്മളുടെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ കേട്ടോ 2025 ഏറ്റവും കൂടുതൽ വിറ്റ് പോയത് ഇതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എത്രയാ പോയെന്നുള്ളതിന് ഒരു കണക്കുമില്ല. എല്ലാവർക്കും കിട്ടിയവർ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും വോയിസ് മെസ്സേജൊക്കെ കാണുമ്പോൾ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എനിക്കും അറിയായിരുന്നു അത് നന്നാവും എന്നുള്ളത്, എനിക്കും അറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനും കൂടി വരാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ മറ്റേ എന്താ പറയുക, ഹാൻഡ് ചെയിൻ. ഡിംപിളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ഡിംപിൾ ആകെ ഒരു പുതുമ ചെയ്യുക ഇതാണ് കൈമിടുക, മൈലാഞ്ചി എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മോതിരം, അതിനോടനുബന്ധിച്ച് കൈമൊരിതും ഒരു ബ്രേസ്ലെറ്റ് പോലെ കൈമ കിടക്കും. കാണാനെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്, വളരെ ക്യൂട്ടാണ്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഡംബിൾസിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ഒരു വള എടുത്തേ കൈമയും ഈ ബ്രേസ്ലെറ്റ് ഇതും ഇതിൻ്റെ തന്നെ നെക്ലസ് കമ്മൽ ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ വൈറ്റ് ഗോൾഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഗോൾഡിൻ്റെ മാലയുണ്ട് നമ്മളുടെ കയ്യിൽ. ഇത് ബ്രേസ്ലെറ്റാണ്. അപ്പോൾ പിന്നെ വളയുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ വള. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ്സാണ് കേട്ടോ. തീരെ വെയിറ്റ് ഇല്ലാത്ത ബ്രേസ്ലെറ്റുകളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എടുത്തപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഡിംപിൾ Q&A ഷൂട്ട് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എന്നോട് രാവിലെ ഇന്നലെ തന്നെ പറഞ്ഞു, മമ്മി നമുക്ക് Q&A എടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ കുട്ടികൾ ആര് പറഞ്ഞാലും, ഡിംപിൾ പറഞ്ഞാലും ഡിവൈൻ പറഞ്ഞാലും ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ വശത്തുനിന്ന് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക്, അതിപ്പം മക്കളായാലും ശരി
കാണുന്ന നിങ്ങളായാലും ശരി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. അങ്ങനെ Q&A എടുത്തു കഴിഞ്ഞ് ശരിക്കും ഉച്ചയോട് കൂടിയാണ് ശരിക്കും 1.5 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും അവൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഡിവൈനും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ചാക്കോച്ചൻ ഞങ്ങൾ വിചാരിച്ചു അവിടെ വലിക്ക് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി തുടങ്ങിയ Q&A അവസാനം 3 ആളും കൂടിയിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ നിങ്ങളത് ഡിംപിൾ മാക്സിമം നേരത്തെ ചാനലിലിടും. അപ്പോൾ കണ്ടോളൂ, ഡിംപിളുടെ ചാനലിലായിരിക്കും Q&A വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ Q&A എന്നുള്ള രീതിയിലല്ല, ഞാൻ സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ അതിലും സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ ഞാൻ പറഞ്ഞില്ലേ, അവൻ എൻ്റെ അടുത്ത് വരാണ്ട് ഇങ്ങനെ മാറി 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 നിൽക്കുകയാണ്. അങ്ങനെ അപ്പാപ്പൻ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചനൊന്ന് അവിടം വരെ പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വെയിലാണ് കുട്ടാ, എൻ്റെ മോൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അപ്പാപ്പന് ടാറ്റ കൊടുത്തുള്ളൂ കേട്ടോ. അവൻ അപ്പാപ്പൻ അമ്മാമ്മ എന്നല്ല വിളിക്കുക, ഡാഡി മമ്മി എന്നാണ് വിളിക്കുക. അങ്ങനെ ഡാഡി ഇതേ ഗേറ്റൊക്കെ തുറന്ന് നമ്മുടെ വണ്ടി കൊണ്ട് കുട്ടികളെ കൊണ്ടുവരാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കുട്ടികളെ കൊണ്ടുവരാൻ പോയിട്ട് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ചാക്കോച്ചനെ കാണാനില്ല. ഗേറ്റിൻ്റെ അവിടെ ഗേറ്റുമെന്ന് ഇങ്ങനെ കടകടകാന്നുള്ള ഒച്ചയും കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡിവൈൻ്റെ അടുത്തുണ്ടെന്ന്, ഡിവൈൻ വിചാരിച്ചു ഇവിടെ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന്. ഡിംപിൾ വെച്ചാൽ റൂമിലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഡിവൈൻ വന്നിട്ട് ചോദിച്ചു, ആരെ മമ്മി ഗേറ്റുമ്മ കൊട്ടണേന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ സഖാവ് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ അടിയിലത്തെ ഓടാമ്പലുണ്ടല്ലോ അതിട്ട് ഇങ്ങനെ തട്ടി 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 നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇനി വളരെ ശ്രദ്ധിക്കണം, കാരണം ഇവൻ പോണതൊന്നും നമ്മൾ അറിയില്ല. ഇവൻ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പോൾ ഇറങ്ങി പോകില്ല, പണി അക്കിയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങലാണ് മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വളരെ ശ്രദ്ധിക്കണം, ഗേറ്റ് എപ്പോഴും ലോക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ അടുത്ത പരിപാടിന് എങ്ങനെയാണ് പോൾസൺ പേപ്പർ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുപ്പിലാണ് പണിയിട്ട്. അപ്പോൾ നമ്മളെ അതിലിപ്പോൾ ഇന്നലെ ഞാനത് ഇത് കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇവൻ എൻ്റെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ മറക്കാണ്ട് നിങ്ങളെ പറ്റിയെങ്കിൽ ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അവൻ എൻ്റെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു, അവനും ഞാനും കൂടിയുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ എന്തോ എഴുതിയിരിക്കുകയാണ്, പക്ഷേ മൂപ്പര് എന്നെ കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇരുമ്പുളി ഞാൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ മീൻ വെക്കാനായിട്ട് നിന്നപ്പോൾ ഞാൻ പതുക്കെ ഒരു ഇരുമ്പുളി അവൻ്റെ എക്സ്പ്രഷൻ കാണാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തു കേട്ടോ. കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂപ്പരത് വാങ്ങി കടിച്ചിട്ട് ആളെന്തോ നല്ല ഫ്രൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് കടിച്ചിട്ട് മൂപ്പർക്ക് പിടിക്കാണ്ട് ഒറ്റ എറിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം കുട്ടികൾ വരുമ്പോഴേക്കും എന്നാൾക്ക് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ ദിവസമായി ഞാനായിട്ടൊരു മീൻകറി വെച്ചിട്ട്, എന്നാൽ പിന്നെ മീൻകറി വെക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ സാധാരണ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ചപ്പ് ചവറ് കറിയിൽ കിടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ ഇരുമ്പുളി ആണെങ്കിൽ അതിനൊരു 4 കഷ്ണം ഇരുമ്പുളിയും കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായി അരയ്ക്കും. ഇപ്പോൾ ഈ നിർവ്വാണ കാര്യങ്ങളൊക്കെ ചെയ്യണ പോലെ അതിൽ പാലാണ് ഇത്. ഞാൻ നന്നായിട്ട് അരയ്ക്കും. ചിലപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാലോ, ഇതിപ്പോൾ നാളികേരം ചിരകിയതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് നന്നായി അരച്ചിട്ട് മീൻ, അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒരൊറ്റ അരയാണ്. അത് കഴിഞ്ഞിട്ട് മീൻ മറ്റേ പുരട്ടി വെച്ച മീനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതോട് കൂടിയിട്ട് ഇതും കൂടി ഒഴിച്ച് ഇരുമ്പുളിയും ഇട്ട് കാച്ചുകയറാൻ പതിവ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുളിയും മീൻ കഷ്ണവും മാത്രമേ ഉണ്ടാവുള്ളൂ, 2 വേപ്പലയും പിന്നെ ഉള്ളി മുരിഞ്ഞതും, വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് പിന്നാലെ ഡിംപിൾ പോകാമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പാച്ചുട്ടൻ കിടന്ന് ഉറങ്ങിക്കോളും. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ അവൻ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോണ്ടി വരും, പിന്നെ അത് വാശിയാവും, സങ്കടമാവും. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഊണ് കഴിഞ്ഞ് വഴിക്കും. അപ്പോൾ തോമും ചാക്കോച്ചനും മുകളിൽ ഓൾറെഡി ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഡിവൈൻ താഴേക്ക് കോണിയിൽ അവിടെ നിന്നുള്ളൂട്ടോ. കാരണം വാതിൽ തുറന്നിട്ടിട്ട് പോരുമ്പോൾ ചാക്കോച്ചൻ എങ്ങാനും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ അപകടം വരില്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്, അപ്പോൾ നമ്മളുടെ ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്നലെ ഡിംപിൾ പർച്ചേസിങ്ങിന് പോയല്ലോ, കുട്ടികളുടെ ഉണ്ണികൾക്കുള്ളത്, ആഷിയുടെ കുട്ടിക്കും ശില്പയുടെ കുട്ടിക്കും 2 പേരുടെ ഉണ്ണികൾക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഡിംപിൾ പോണത് കേട്ടോ. അവിടുന്ന് പോവായാലും ഒറ്റയ്ക്ക് പോകേണ്ടത് കൊണ്ട് എല്ലാ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നേ തീർത്തിട്ടാണ് മൂപ്പര് പോവുക. അങ്ങനെ അതേ പോയി. ഇപ്പോൾ സ്ഥിരം ഊബറിൽ പോക്ക് ഒരു ശീലമായിട്ടോ. മുമ്പൊക്കെ ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ വിളിക്കുമ്പോഴേക്കും 4 മിനിറ്റ് കൊണ്ട് ഊബർ വരും, അതിൽ കയറി 1 മണിക്കൂർ. ഇപ്പോൾ 3:30-ക്കാണ് പോയത്, 4:50 ആകുമ്പോഴേക്കും അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. അപ്പോൾ പോകുന്നതിൻ്റെ പിന്നാലെ നമ്മുടെ ഒരു കൊറിയറുകാരൻ വന്നു കേട്ടോ, ഡിവൈൻ്റെ കൊറിയർ വന്നതാണ്. അപ്പോൾ ഡാഡി അത് വെയിലെന്ന് പറഞ്ഞാൽ എന്ത് വെയിലെന്നാണ് പറയുക, നമ്മളെന്തെങ്കിലും ഇട്ടാൽ ടപ്പെന്ന് ഉണങ്ങി കിട്ടും. പക്ഷെ ഉണക്കാനുള്ളൊരു എന്താ പറയുക സമയം നമുക്കില്ല. പിന്നെ എൻ്റെ കയ്യിൽ
ഓൾറെഡി ഉണങ്ങിയ സബോള ഉണ്ട്. അപ്പോൾ പിന്നെ വേണ്ട. പിന്നെ കുറച്ച് കുരുമുളക് ലീലാമ്മ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് വെയിലത്തിട്ട് ഉണക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പതുക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ ആകെ വലിച്ചു വാരിയിട്ടേക്കുക. കാരണം രാവിലെ തൊട്ട് ഞാൻ ഒന്നിലേക്കും നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറേ പേര് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ശരിയാക്കിക്കൂടെയെന്ന്. നമ്മളത് ശരിയാക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ അത് മറച്ച് വെച്ച ആ ഭാഗം കാണിക്കാണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും മറയ്ക്കാറില്ല. അപ്പോൾ അത് ആശാരി വരാത്തതിൻ്റെ ഒരൊറ്റ കുറവുകൊണ്ടാണ് അതങ്ങനെ വെച്ചേക്കുന്നത്. അത് ഡോറ് ഞങ്ങൾ ഊരി വെച്ചത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാലുമ വീണാലോ എന്ന് വെച്ചിട്ട്. കാരണം ചാക്കോച്ചൻ സ്ഥിരം അവിടെ കളിക്കുന്നത്. ഈ കബേർഡും നമുക്ക് ശരിയാക്കണം. അങ്ങനെ മറ്റേ ഹേസൽനട്ടിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി ഒരു 3-4 ഫ്ലേവർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒതുക്കി വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. ഇത് എങ്ങനെയോ ഒരെണ്ണം ബാക്കി കിടക്കണം കണ്ടതാട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചതിന് ശേഷം, കാരണം സമയം ഓൾറെഡി 3:45 4 വെച്ചതിന് ശേഷമാണ് ഞാൻ ഒതുക്കാൻ നിന്നത്. അപ്പോൾ ഒതുക്കാൻ നിന്നപ്പോഴാണ് ഡാഡി പതുക്കെ എണീറ്റ് എന്നാൽ ചായ കുടിച്ചിട്ടാവാമെന്ന് പറഞ്ഞ് ചായ കുടിച്ച്. അപ്പോൾ നമ്മുടെ പിള്ളേർസ് കാത്ത് നിൽക്കുക പാല് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് പാല് വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ചായ വെക്കണോട് കൂടിയിട്ടാണ് അവർക്ക് അവരുടെ പാലിൻ്റെ സംഭവം ചെയ്യാം കേട്ടോ. അങ്ങനെ ഡാഡി അവിടെ സ്റ്റിക്കർ, മറ്റേ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളത് വെട്ടി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ കിച്ചണിലെ ഓരോ ഭാഗങ്ങൾ അപ്പോൾ നോക്കിയപ്പോൾ ഇന്നലത്തെ പൊറോട്ടയിൽ 2 പൊറോട്ട ബാക്കിയുണ്ട്, 3 ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പീസുകളാക്കി വെച്ചു. ഡിവൈൻ എണീറ്റ് വരുമ്പോൾ കുത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ തുണികൾ അത്യാവശ്യമുള്ളത് കുറച്ച് അകത്തേക്ക് എടുത്തിട്ട് കുട്ടികളുടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണങ്ങി, ഇനിയിപ്പോൾ നാളേക്ക് അത് വെക്കേണ്ട വെച്ചിട്ട് ഞാനതെടുത്ത് അകത്ത് വെച്ചു. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ച് തുടങ്ങുമ്പോഴേക്കും പണികൾ കഴിക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു കേട്ടോ, എൻ്റെ ബെഡ്റൂമിലത്തെ സ്റ്റിക്കർ കണ്ടിട്ട് നല്ല രസമായിട്ടുണ്ട്, നല്ല നന്നായിട്ടുണ്ടെന്ന്. എനിക്കും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും നീറ്റായിട്ട് കിടക്കുന്ന ആകായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ ഇങ്ങനെ വെള്ള കുത്തുകൾ വന്നതോട് കൂടിയിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം എന്തോ ഞാനങ്ങനെ കാണാത്തത് കൊണ്ടാണ്, എനിക്കങ്ങനെ ഇട്ട് ശീലമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാം എന്നാലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു വീട് വൈറ്റ് വാഷ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു വലിയ ബഡ്ജറ്റാവും. അപ്പോഴാണ് ഈ പണിത ചേട്ടൻ പറഞ്ഞത് ഇത് അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വാഷ് ചെയ്ത് നോക്കിയാൽ മതിയെന്ന്. അങ്ങനെയാണ് ഡിവൈൻ ഒരു ഭാഗം വാഷ് ചെയ്തപ്പോൾ ക്ലീനായത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള പോർഷൻസ് സ്റ്റിക്കർ വെച്ച് മറച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമുക്കൊന്ന് ഉരച്ച് കഴുകി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിക്കർ വെച്ച് മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ സന്ധ്യ സമയമായി. അപ്പോൾ ഡാഡിക്ക് 7:30ക്കാണ് മാച്ച്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി വന്നു. അപ്പോൾ കുട്ടികൾ ഇറങ്ങി വരുന്നതിന് മുമ്പ് എനിക്ക് സാമ്പ്രാണി കത്തി തീരണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ചാക്കോച്ചനും തോമും ഇറങ്ങിയതിന് ശേഷമാണ് അത് കത്തിയത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഫുൾ വെള്ള ഇത്. അപ്പോൾ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ഉരച്ച് കംപ്ലീറ്റ് കഴുകി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നിറം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളിവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലാണ്ടുള്ള ഒരു അപാകത മാറി ഒരു ടൈലൊട്ടിച്ച ഒരു പ്രതീതിയുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റിക്കറാണെന്ന് തോന്നില്ല, പെട്ടെന്ന് കാണുമ്പോൾ ഒരു ടൈൽസ് ഇട്ട പോലെ, നമുക്ക് ടൈൽസ് ഫിറ്റ് ചെയ്ത് മറ്റേ ഒട്ടിച്ച പോലെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ആദ്യത്തെ സ്റ്റിക്കർ 2 ആക്കിയിട്ടോടുന്ന് ഒരു പരീക്ഷണത്തിന് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു വട്ടം വാങ്ങിച്ചപ്പോൾ ഡിസൈൻ വ്യത്യാസം വന്നു. അപ്പോൾ വീണ്ടും ഒരു വട്ടം വാങ്ങിയിട്ടാണ് ഇത് സെയിം ഡിസൈൻ കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ അത് വൃത്തികേടല്ലേ. അപ്പം മറ്റേത് ഞാൻ ബെഡ്റൂമിൽ ഒരു വശത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടേക്ക് മാച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ ഒട്ടിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ഇത് ശരിക്ക് കുറച്ച് ഒരു എന്താ പറയുക 3 ഷീറ്റോ 4 ഷീറ്റോ അങ്ങോട്ട് ആയിരുന്നു ഒരു സെറ്റ്. അപ്പോൾ അത് കറക്റ്റ് ആ മറ്റേ ദിവാൻ്റെ അവിടുന്ന് തിരിച്ചിടാവുന്ന അത്രയ്ക്കാണ് ഉണ്ടായത്. അപ്പോൾ ഇനി അടുത്തൊരു സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ വേണം അത് ഫുൾ കവർ ചെയ്ത് മുകളിലും ഒക്കെ ഒന്ന് ഒട്ടിക്കാനായിട്ട്. അതായത് ഈ വെള്ള പുള്ളിയാൻ കുത്തിയ പോലെ ഉള്ളിടത്തൊക്കെ അത് ഒട്ടിച്ച് ഒരു ഇതാക്കുക എന്നുള്ളത്. ഇപ്പോൾ ചെതലിനാന്ന് വെച്ചാൽ നല്ല കുറവുണ്ട് കേട്ടോ, ചെതലേ ഇല്ല ഇപ്പോൾ. ശരിക്കും നമ്മുടെ ആ പരിയപ്പുറത്തത്തെ അത് ചെതലല്ല, ശരിക്കും അത് മുമ്പേ ദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ ദ്രവിച്ച സംഭവം വീണത് അത് മറ്റേ വുഡാണ്, അങ്ങനത്തെ ഒരു വുഡായിരുന്നു എന്തിട്ട് സംഭവം അതായിരുന്നു, അതുകൊണ്ട് അത് വീണതാണ്. അതേസമയം നമ്മളുടെ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇതുവരെ അകത്ത് എവിടെയും ചെതൽ കണ്ടിട്ടില്ല കേട്ടോ. മറ്റേത് നമ്മുടെ അലമാരിയിലൊക്കെ ഫുൾ ചെതലായിരുന്നു, അത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയില്ലേ ഒന്ന് ചീഞ്ഞാലാണ് ഒന്നിന് വളർന്ന്. ചുമരൊന്ന് ഇങ്ങനെ ആയാൽ പോലും നമ്മളുടെ വീട് അലമാരികളും തുണികളും ഒക്കെ കേടില്ലാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റി.
ഇതിനിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നോട് അക്കിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു നോക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പെരുന്നാൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ പെരുന്നാൾക്ക് എന്ന് പറഞ്ഞാൽ അല്ലാത്തപ്പോഴായാലും നമ്മളറിയുന്നവർ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരണത്. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്തില്ല. ചെയ്തത് ഈ കുഷ്യൻ കവർ എടുത്ത് മറ്റേ ഇതിൻ്റെ സ്പ്രെഡ് എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് മാറ്റിയത് അബദ്ധമായി. എന്തായി, ഇപ്പോൾ അഴുക്ക് മുഴുവൻ സോഫേമയായി. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് വരുമ്പോൾ അവരത് ഫുൾ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടു. സംഭവം ഇതൊക്കെ തുണിയൊക്കെ മറ്റേ സ്പ്രെഡൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിലും അതിനിട്ട ഇനിയും വീണ്ടും കുട്ടികളതിട്ട് ഇങ്ങനെ എന്താ പറയുക, ആകെ വലിച്ചു വാരി കിടക്കണം പോലെ. ഇതാകുമ്പോൾ എനിക്ക് രാത്രിയിൽ ആ കുഷ്യൻ മാത്രം ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. മറ്റേതാകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഷീറ്റ് ഇങ്ങനെ ഇട്ട് ഭയങ്കര പണിയാണ്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടക്കട്ടെ വെച്ചു. എന്തായാലും കുട്ടികളെല്ലാവർക്കും അറിയാത്ത പ്രായം, കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് ശരിയായിക്കോളൂ എന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ആൻറ്റിക്കിലുള്ള വളകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു കുറച്ച് ആൻറ്റി കളക്ഷൻ കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഡ്രീം കളക്ഷൻസ് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അധികം വീഡിയോസ്. കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. ഡ്രീം കളക്ഷൻസ് എന്നാണ് പേര്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വീഡിയോസ് നമ്മളുടെ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും ഇപ്പോഴൊക്കെ ഇടാൻ പറ്റാറുള്ളൂ. എനിക്ക് ഈ 2 ചാനലിലും ഇങ്ങനെ വീഡിയോ എടുത്തിടാനായിട്ടുള്ള എനിക്ക് ഒന്നിങ്ങനെ ഉറപ്പിച്ച് വന്നിട്ട് പിന്നെ രണ്ടാമത്തേക്ക് കിടക്കുമ്പോൾ എനിക്കതെന്തോ ഫോൺ മാറിയോടുകൂടി എനിക്കത് പറ്റണില്ല. അപ്പോൾ പിന്നെ അബദ്ധത്തിലൊന്നും ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ അതിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി അത് ക്രമേണ ആ ചാനലൊന്ന് അപ്ലോഡ് ചെയ്ത് ഓർണമെൻറ്റ്സിന്, കാരണം എല്ലാവരും ചോദിക്കണോ ഇന്ന ഓർണമെൻറ്റ്സ് കാണാൻ എന്താ വഴിയെന്ന്. ഇൻസ്റ്റാഗ്രാമും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ കാണിക്കുന്ന ഓർണമെൻറ്റ്സാണ് നിങ്ങൾക്ക് കാണുന്നുള്ളൂ, പിന്നെ സ്റ്റാറ്റസ് വഴിയും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ചാനൽ ഡ്രീം കളക്ഷൻസ് എന്നുള്ള ചാനലൊന്ന് പൊക്കി കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയും നിങ്ങളോട്, പക്ഷേ എനിക്ക് പറ്റാറില്ല. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കിയാൽ എൻ്റെ കുറേ ഓർണമെൻറ്റ്സൊക്കെ കാണാം കേട്ടോ. അതായത് ഡംബൽസ് അങ്ങനെയുള്ള കുറച്ച് പാറ്റേൺ സംഭവങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആൻറ്റിക്കിൻ്റെ പുതിയ കാര്യങ്ങൾ മാത്രമാണ് അതിലില്ലാത്തത്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ പറയില്ല ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട് എന്ന് പറയില്ലേ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാത്തവരൊന്ന് ആ ചാനലൊന്ന് എടുത്ത് നോക്കിക്കോളൂ. ഡ്രീം കളക്ഷൻസ് എന്നാണ് പേര്. അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കണ്ടമാനം പേരായി ചോദിക്കുന്നു. ഈ കോണ്ടാക്ട്സ് മാത്രമല്ല, മറ്റേ സ്റ്റാറ്റസ് മാത്രം കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ വളകളൊന്നും അതിലില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ വ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മെനക്കെടാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഈ പിന്നാക്കം വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ 2 ചാനൽ കൂടിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരേ ഫോണിലാകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുമ്പോൾ ഇതും അതും ഇല്ലാണ്ടാവുമെന്നൊരു തോന്നല എനിക്ക്. അങ്ങോട്ട് എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ പഠിച്ചു വരണുള്ളൂ. ഇത് ഞാൻ കറക്റ്റ് എഴുതി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിമ്പിളുടെ ഒരു വീഡിയോയിൽ ചാക്കോച്ചനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനത് എഴുതി വെച്ചിട്ട് അതനുസരിച്ച് ഒരു 3-4 ദിവസം അതനുസരിച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ വേണം ഇനി 2 സിമ്മുള്ള ഒരു ഫോണിൽ എങ്ങനെ അത് മാറ്റി മറിച്ചും ചെയ്ത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ്, ശ്രദ്ധിച്ചാൽ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ അതിനു വേണ്ടി ഇതുവരെ മെനക്കെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ ഇതൊക്കെ ആണ് നമ്മളുടെ സ്ഥിരം എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന വളകൾ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് പേര് കുറേ കോണ്ടാക്ട്സ് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർണമെൻറ്റ്സ് കാണണമെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് കോണ്ടാക്റ്റ് സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോരുത്തർ അതുണ്ടോ ഇതുണ്ടോ, കാരണം അവർ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് പഴയ സ്റ്റോക്കല്ല പഴയ ഡിസൈൻസ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡിസൈനുകളാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ സ്ഥിരം പ്രേക്ഷകരുണ്ടെങ്കിൽ അവരൊക്കെ ഇതൊക്കെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓർണമെൻറ്റ്സ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിംപിൾ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡിംപിൾ അവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി വരികയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ മാർച്ച് എത്രാം തീയതി അങ്ങോട്ട് കുട്ടികളുടെ അവരുടെ ആനുവൽ ഡേ ഉണ്ട്. അത് പുറത്ത് എവിടെയോ അങ്ങോട്ടാണ്, ഏതോ ഒരു ഹാളിലാണ്. എനിക്കത് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഡാൻസ് പഠിക്കലും ഒക്കെ ഉണ്ട്. അറിയാമല്ലോ കുട്ടികളുടെ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ ഡാൻസും കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വരണം. അതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവനതിന് വിടണം. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും കളിക്കുമ്പോൾ കുട്ടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാവും. അപ്പോൾ അത്
നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. കുട്ടികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണത്. കാരണം അവർക്ക് കൊടുക്കേണ്ട അവസരം നമ്മൾ കൊടുക്കാണ്ട് അവസാനം അവരെ എന്താ പറയുക കോമാളിയാക്കാന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കാര്യത്തിന് ഞാനത് ഡിംപിളിനോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയിൽ തീർക്കുക, അല്ലെങ്കിൽ അതിന് മെനക്കെടാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു വളയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ആയാലും കറക്റ്റായിട്ട് കയറും. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളിലൊരു തിണ്ടുള്ളപ്പോൾ കയറാൻ പാടാണ്. ഇത് ഇങ്ങനെ കണ്ടറിയാലോ, ഇങ്ങനെ എന്താ പറയുക പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ. ഇത് നമ്മുടെ ജോഡി വളകളാണ്. വളരെ നേരിയ വളയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. കണ്ടമാനം പേര് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ചിലത് ഇവിടെ ഉണ്ടാവും സ്റ്റോക്ക്, ചിലത് നമ്മൾ ഓർഡർ അനുസരിച്ച് പ്ലേറ്റ് ചെയ്യണത് കൊണ്ട് 2 ദിവസം ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ രീതികൾ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും പറയണത്, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് പുതിയതായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നില്ല, പക്ഷേ എൻ്റെ കോൺടാക്ട്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം. അങ്ങനെ നമ്മുടെ കുത്തുപൊറോട്ട ഞാൻ പറഞ്ഞില്ലേ, ഡിവൈൻ അപ്പുറത്ത് കുത്തുപൊറോട്ട ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ പിള്ളേഴ്സിനെ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് നനച്ച് കഴിഞ്ഞ് വന്ന് കുത്തുപൊറോട്ട കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളും എടുത്ത് കൊടുത്തു വിട്ടാൽ. പക്ഷെ പെട്ടെന്ന് രണ്ടും കൂടി ഒന്നിച്ച് വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പിന്നാലെ ചോറുണ്ടോയെന്ന്. അങ്ങനെ ഉച്ചയിലത്തപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ചോറൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിച്ചതിൻ്റെ പിന്നാലെ ഡിവൈൻ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെറുതെ കുത്തിപ്പൊടി ഇട്ട് കാച്ചിട്ട് എനിക്ക് ഡോണിനും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതും മീൻകറിയും ചോറും കൂടി കൂട്ടിയിട്ട്, പിന്നെ ഓൾറെഡി ഈ കുത്തുപൊറോട്ട തിന്നതുകൊണ്ട് വയറ് ഓൾറെഡി ഡമ്മാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഒന്നും ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേരുകൾ കിടക്കാനായിട്ട് പോയി. ഇന്ന് നേരത്തോടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിംപിളുടെയും മെസ്സേജ് വന്നു, ഞാനും ഇന്ന് നേരത്തെ കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടെ കുട്ടികളുടെ മേളമുള്ള കാരണം എങ്ങനെ വന്നാലും 11-11:30 ആവും കുട്ടികൾ കിടക്കുമ്പോൾ. അപ്പോൾ ഇന്ന് എല്ലാവരും തോമും പാച്ചും ചാക്കോച്ചനും കിടന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ്, ഭയങ്കര സൈലൻ്റാണ് വീട്. ഒരു അനക്കമില്ലാത്ത പോലെ ഒരു ബഹളം ഉണ്ടാവില്ല. ഡിവൈനും അതെ, ഡിംപിളുണ്ടെങ്കിൽ ഒരു ബഹളവും ഒച്ചയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക വളരെ സൈലൻ്റായിട്ട്. പിള്ളേർക്കും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുക അത് ഒരു തരം മാജിക്കാണ്. 2 കൂട്ടരും രണ്ടിടത്ത് നിൽക്കുമ്പോൾ ഒരു അനക്കമില്ല, 2 ആളും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത മേളല്ല എന്ന് പറയും ഞാൻ. അങ്ങനെ ഇത് ഞാൻ അന്ന് വാങ്ങിയ മൈസൂർ പാക്കാണ് കേട്ടോ. സൂപ്പർ മൈസൂർ പാക്കാണ്. നല്ല എന്താ പറയുക വായിലിട്ടാൽ അലിയെന്ന് പറയില്ലേ, അങ്ങനത്തെയാണ്. അപ്പോൾ ഇത് 11:15 ആയത് വേറെ ഒന്നുമല്ല, ഞാൻ കണ്ടമാനം നേരം ഓരോരുത്തരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ചില സമയത്താണ് നമുക്ക് അതിനുള്ള നേരം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു. നമ്മൾ പരിചയമുള്ള കുറച്ച് പേരുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച. അപ്പോൾ ഡിംപിൾ വിളിച്ചപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു. ഗ്രൂപ്പിലെ കുട്ടികളോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നാളെ പരീക്ഷ തുടങ്ങുന്ന കണ്ടമാനം കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയണു, മിടുക്കരായിട്ട് ഒരു പേടിയില്ലാണ്ട് പോയിട്ട് പരീക്ഷ എഴുതുക. എന്താണോ പഠിച്ചിട്ടുള്ളത് അത് വരണേന്ന് മാത്രം പ്രാർത്ഥിക്കുക. കിട്ടുന്നത് എഴുതിയിട്ട് പോരുക. അതുപോലെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, എഴുതി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് വീണ്ടും ചോദിച്ച് അവരെ കുറ്റപ്പെടുത്താണ്ടും ദേഷ്യപ്പെടാണ്ടും ഇരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, പിന്നെ അടുത്തതിലേക്ക് അവർക്ക് നല്ല രീതിയിൽ പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു പേടിയും കൊണ്ടാവും അടുത്തതിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഉള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും അവരിൽ കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അമ്മമാരും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് 3 എണ്ണം എനിക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ലേറ്റ് ആയാലും പാക്ക് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാതും വെച്ചതാണ്. ഇതിപ്പോൾ ഈ നഗാസിൻ്റെ പോലത്തെ ലക്ഷ്മിയുടെ മാല, മറ്റേത് ആ ലെയറിൻ്റെ മാല, പിന്നെ എന്തോ ഒരു കൂട്ടം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 3 കൂട്ടമാണ് എനിക്ക് രാത്രിയിൽ തന്നെ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് ഇരുന്നത്. ഡാഡിയൊക്കെ ഓൾറെഡി കിടന്നു. അപ്പോൾ ഞാനിതിന് രാവിലെ തന്നെ അത് മറക്കാണ്ട് കിടാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യോടെ ചെയ്ത് വെച്ചതാണ്. എടുത്ത് പാക്ക് ചെയ്യല എടുത്ത് ആക്കി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. സ്റ്റിക്കർ ഇനിയും ഉണ്ട്, കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട്ലയുടെ മുകളിലൊക്കെ വെള്ള കളറാണ്. അതൊക്കെ ഒന്ന് പാച്ച് ചെയ്യണം, ഇതുപോലെ ചെയ്യണം, എന്തെങ്കിലും ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗിയല്ല, വൃത്തികേട് മാറുള്ളൂ. നമ്മൾ ചില കാര്യങ്ങൾ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത്, വൃത്തികേടുള്ളത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളങ്ങനെ പറയില്ലേ, നല്ലതിന് വേണ്ടിയിട്ടല്ല മോശമാവാണ്ടിരിക്കാനാന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഇന്നത്തെ കാര്യം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അടുത്തൊരു റൂം വേണം സെറ്റ് ചെയ്യാനായിട്ട്. സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആൻറ്റി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിടുക്കരായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ മിടുക്കരായിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.